എല്ലാവർക്കും കുറേ ദിവസമായി നമ്മൾ കണ്ടിട്ട്. ലച്ചുവിൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞില്ല ലച്ചു. അപ്പം ലച്ചു ഞാൻ കറങ്ങാൻ ഇറങ്ങിയിരിക്കുക. കറങ്ങുമെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അവർക്ക് സ്കൂളിലൊക്കെ ഒന്ന് പോകണമെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഹയാത്തിലേക്ക് പോവുകയാണ്, സ്കൂളിലേക്ക്. അവിടെ ചെല്ലുമ്പോൾ അതേ നോമ്പാണ്, അതുകൊണ്ട് ഇനി സ്കൂളുണ്ടോ ഇല്ലയോ, സാധാരണ കാണുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ പോവുക. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ തിരിച്ചു വരും അല്ലേ? ലച്ചുവിനെ കാണില്ലേ? ലച്ചുവിനെ കാണുന്നില്ല. ചൂടായി തുടങ്ങിയില്ലേ നമ്മളെ? പെട്ടെന്നാണ് തണുപ്പ് മാറിയിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് ചൂടായി. സാധാരണ കുറച്ച് സമയം നോർമലായിട്ട് നിൽക്കുന്നതാണ്, പ്രാവശ്യം പെട്ടെന്ന് ചൂടാകും. ഇങ്ങോട്ട് വരാതിരുന്നത് കൊണ്ട് വഴിയൊക്കെ മറന്നുപോയത് കണക്കായി. എനിക്ക് ഓർമ്മ ഇവിടുന്നല്ലേ ഫ്രണ്ടില് കണ്ടല്ലേ? ഇവിടെ സ്ട്രേറ്റ് നമ്മുടെ പാർക്കിങ്ങിലോട്ട് പോകും. സ്ഥിരം ചെയ്യുന്നിടത്തോട്ട് തണലുണ്ട്, പക്ഷെ പൂല് തുറന്നിരിക്കാൻ നോക്കണം. അത് തന്നെ, ഫുള്ള് വണ്ടികളാണ്. പൂല് കൂട്ടി എവിടെ പോകും? പൂള് കൂട്ടിയാ വീട്ടിൽ പോകും, എവിടെയെങ്കിലും കൊണ്ടുപോകും. സ്ട്രേറ്റിലോട്ട് അപ്പുറത്ത് പോയി നോക്കാം തണലെടുത്ത് എവിടെയെങ്കിലും ഉണ്ടോന്നേ. എന്നിട്ട് പിന്നെ ഇവിടെ തണലുണ്ടല്ലേ നമ്മളെ, ഇവിടെ ഇടണം. അല്ല സ്ട്രേറ്റ് പോകും. അല്ല ഇവിടെ ഇടാം, കാരണം തണൽ അങ്ങോട്ടില്ല. വണ്ടി പാർക്ക് ചെയ്ത് നല്ല ആൽമരത്തിൻ്റെ തണലിലാണ് നമ്മൾ ഇട്ടേക്കുന്നത്. നല്ലോണം നിൽക്കുന്നു. വണ്ടി ഭയങ്കര പൊടി, ഇവിടെ വണ്ടി പൊടിയോ? മാത്രമേ ഉള്ളൂ, ബാക്കിലൊന്നും പൊടിയില്ല. അതെല്ലാം കാറ്റടിച്ചു കാണും. ആണോ? ആ, അടുത്തെല്ലാം വീട് പണി നടക്കുന്നതുകൊണ്ട് നല്ല പൊടിയാ. നടന്നോ പൊയ്ക്കോ. നല്ല വെയിലുണ്ട്, പൂളി നല്ല വെയിലായിരിക്കും. കൂലി പോകുന്ന വെയിലുണ്ടായിക്കൊണ്ട് ആൾക്കാർ കേറാൻ പറ്റുമോ? കൂലില്ലേ? നോട്ടീസ് നോക്ക്. ജിമ്മി കേറണമ്മ, ജിമ്മി വാ. എനിക്ക് മമ്മിക്ക് കേൾക്കണം, അത് ഇല്ല. ജിമ്മിലും പൂളിലും എല്ലാം കൂടി പോകാൻ സമയമില്ല അതില്ല ചൂന്ന്. നിനക്ക് പിന്നെ ക്ലാസ്സിനും ഉണ്ട്. ഓ, ഇതൊക്കെ മാറ്റിയോ? കുറെ മാറ്റി. റംദാൻ ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ടുള്ള അല്ലേ? രസമുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ട് അവർ ഉണ്ടാക്കി വെച്ചേക്കും, കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ ദൂരെ നിന്ന് കണ്ട ഡ്രൈ ഫ്രൂട്ട്സ് ആണെന്ന് തോന്നേയില്ല. ഇത് കേക്കാ, ഇതെല്ലാം കേക്ക് സെക്ഷനാണ് കണ്ടോ? ആ, ഇത് രസമുണ്ട് കാണാൻ. ഉസ്താദിന് വേണ്ടി ഉണ്ടാക്കിയേക്കുന്നത്. അങ്ങോട്ട് ബ്ലോക്ക് ചെയ്തവരും അത് ഇങ്ങോട്ടാക്കി, ഇവിടെ ആക്സസ് ആക്കി. കണ്ണാടി നോക്കണം. ജക്കൂസിയും വർക്ക് ചെയ്യുന്നുണ്ട്.
വെച്ചു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എല്ലാം ഊരുവാണ്. കമ്മല് മാലയെല്ലാം. എടാ അത് ഓൺ ചെയ്യും, നമ്മൾ ഇറങ്ങുമ്പോൾ ഓൺ ചെയ്ത് തരുമല്ലോ. പെട്ടെന്ന് നിന്നെ നോക്കിയപ്പോഴേ ഇവിടെ കാണാനില്ല, ഒഴുകിയല്ല പോയോ എന്നായി എനിക്ക് പേടി. നല്ല ഒഴുക്കുണ്ടല്ലേ, നല്ല ഒഴുക്കിൽ വെള്ളം വിടുന്നു. ലച്ചു ഇങ്ങനെ ഇത് കഴിഞ്ഞ് ഡ്രസ്സ് മാറാൻ കയറി ഇല്ല ലച്ചു. ഇതിനകത്ത് ചെറിയ ഏസി ഉള്ളതുകൊണ്ടൊരു സുഖമുണ്ട്. ഇവിടെ വന്നിരുന്നാൽ മതിയായിരുന്നു, അടച്ചുകൂട്ടി ഇരിക്കണത്തേ ഉള്ളൂ. കഴിഞ്ഞോ? ഒരു ഡ്രസ് എന്ത് അതെടുത്തോണ്ട് വന്ന് ഇതിനകത്തിടെ. ഉണങ്ങിയോ? സൺ പ്രൊട്ടക്ഷനോ? അത് കുഴപ്പമില്ല, തീരുമാനം. കുറേ നാളായില്ലേ മേടിച്ചിട്ട് നമ്മള്? ആ കുറേ നാളായി കഴിഞ്ഞു. കളയണ്ട, ഞാനത് പൊട്ടിച്ച് കുറച്ചുകൂടി ഉപയോഗിക്കും. നീ വീട്ടിൽ പോയി ഒരുങ്ങാം മതിയേ, വണ്ടി കയറി ഇരുന്നാ മതി. എന്താ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമോ? നടക്കില്ല, പോടി. ഞാൻ ചോറ് വെച്ചിരുന്നു, പെട്ടെന്ന് തന്നെ ടൊമാറ്റോ റൈസ് ആക്കി തരാം. ഇത് കഴിച്ചിട്ട് അടുത്ത ക്യാമ്പിലേക്ക് പോകാം. വേണ്ട 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 വേണ്ട, ഞാൻ വേണ്ടത് അതിനാവശ്യമില്ല, അതങ്ങ് ഉണങ്ങിക്കോളും. സാധനമെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് വെച്ചോ. ഒരു ടവല് നമ്മൾ ഉപയോഗിച്ചില്ല, ഞങ്ങൾ രണ്ടുപേരുണ്ടെന്ന് വെച്ച് തന്നതാ. പുള്ളി രണ്ടുപേരുണ്ടെന്ന് വെച്ച് തന്നതാണ് 2 ടവല്. ഞാനത് കിടന്നില്ലെന്ന്, ഭയങ്കര ചൂട് തോന്നി എനിക്ക്, അതുകൊണ്ട് കിടക്കാൻ തോന്നിയില്ല. കാറ്റൊന്നുമില്ല അധികം. അങ്ങനെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ലച്ചുവായിട്ട് തിരിച്ചു പോവുക. അതിന്റെ തണലൊക്കെ ഒരു കാക്കി ഇരിക്കുന്നുണ്ട് അതിന്റെ തണല്. ബോർഡ് വെക്കണം, നോ പാർക്കിംഗ്. ഇപ്പൊ ആരും ഇടത്തില്ല മോളെ, എല്ലാവരുടെയും വീട്ടിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്, നമ്മളെ ഉള്ളു. ശരി, നമ്മൾ വീടെത്തി.